അബു ഖത്തൽ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജമ്മു കാശ്മീർ പോരാളി സിയാവുർ റഹ്മാനെ ഇന്നലെ പാകിസ്ഥാനിൽ വെച്ച് ചില അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കും. വാർത്ത ഇന്നലെ മുതൽക്ക് എല്ലാ ടെലിവിഷൻ ചാനലിലും ഉണ്ടായിരുന്നു. ഇന്ന് മിക്കവാറും എല്ലാ പത്രത്തിലും ഉണ്ട്. മനോരമ ഈ വാർത്ത പരമാവധി ചെറുതാക്കി കൊടുത്ത് ഈ ധീര പോരാളിയെ കൊച്ചാക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമി കണ്ടറിഞ്ഞ് ഉത്സാഹിച്ചിട്ടുണ്ട്. ഇത് വലിയ കാര്യമാണ് എന്ന രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങളൊന്നും മോശമാക്കിയിട്ടില്ല. ഹിന്ദു അടക്കം ഇംഗ്ലീഷ് പത്രങ്ങളിലും വലിയ ആഘോഷമാണ്. അപ്പോൾ ഈ ഖത്തൽ എന്ന് പറഞ്ഞ ആൾ ചെറിയ ആളല്ല. പുള്ളി കാശ്മീരിൽ പലവിധ പോരാട്ടങ്ങളും നടത്തിയിട്ടുള്ള ആളാണ്. ഏറ്റവും ഒടുവിൽ ഒരു ബസ് മറിച്ച് 6-7 പേരെ ഒറ്റയടിക്ക് പരലോകത്തേക്ക് വിട്ട ആളാണ്. അതിൽ 2 വയസ്സുള്ളൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ഇദ്ദേഹം കാശ്മീർ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഏറ്റവും വലിയ നേതാവായ ഹഫീസ് സയ്യിദിൻ്റെ അടുത്ത ബന്ധുവുമാണ്, ഉറ്റ അനുയായിയുമാണ്. അങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. ഭാവിയിലേക്കുള്ളൊരു വലിയ വാഗ്ദാനമായിരുന്നു. വെറും 43 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പുള്ളി ഒരു 65 വയസ്സ് വരെ ജീവിച്ചെങ്കിൽ ഒരു യഹ്യ സിൻവറിൻ്റെ നിലവാരത്തിലെത്തുമായിരുന്നു. കാശ്മീരികളുടെ യഹ്യ സിൻവറായിട്ട് ഉയർന്നു വരേണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണം മൂലം കാശ്മീർ താഴ്വരയ്ക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശത്തിൽ, ഈ ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന, നമ്മൾ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിനും ഈ സ്വാതന്ത്ര്യ പോരാട്ടത്തിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ ആ വിഷയമല്ല ഇവിടെ പറയാം. സത്യത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് കൊല്ലപ്പെടുന്ന 12ാമത്തെ പോരാളിയാണ് നമ്മുടെ അബു ഖത്തൽ. ഖത്തലിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. പക്ഷേ പുള്ളിയുടെ മാത്രമല്ല, വേറെ 11 പേരുടെ കൂടി കത്തിക്കൽ ഇതുപോലെ സമീപകാലത്ത് കഴിയണ്ടേ. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു മതപണ്ഡിതനെ ഇതുപോലെ വെടിവെച്ചു വന്നു. അദ്ദേഹമാണ് കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാന് പിടിച്ചു കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇന്ത്യ ഗവൺമെൻറ് തലയ്ക്ക് വില കൽപ്പിച്ചവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റവാളികളുമാണ് എന്നാണ് പറയുന്നത്. അവരെ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ കുറ്റവാളികളായിട്ട് തോന്നും, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പോരാളികളായിട്ട് തോന്നും. നമ്മുടെ ദാവൂദ് സാഹിബ് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 1947 ആഗസ്റ്റ് 15 വരെ ഒരു തീവ്രവാദിയായിട്ട്, ഭീകരപ്രവർത്തകനായിട്ട് കരുതപ്പെട്ട ആളാണ് ഭഗത് സിംഗ്. 1947 ആഗസ്റ്റ് 15 പുള്ളി ദേശാഭിമാനിയായിട്ട് മാറി. അതുപോലെ കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ 2047 പോപ്പുലർ ഫ്രണ്ടുകാർ ഇന്ത്യയുടെ ഭരണം പിടിക്കുമ്പോൾ, ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് അല്ലെങ്കിൽ ദേശീയവാദിയായിട്ട് അറിയപ്പെടേണ്ടിയിരുന്ന ആളാണ് അബു ഖത്തൽ. അദ്ദേഹത്തെ പോലെയുള്ള വേറെ 11 പോരാളികൾ കൂടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് വെടിയേറ്റ് വീരസ്വർഗം പ്രാപിച്ചു, വീരമൃത്യു വരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. ഈ വീരമൃത്യുവിൻ്റെ പുറകിൽ ഇന്ത്യ ഗവൺമെൻറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ പോലീസ് അന്വേഷിച്ച് പിടിച്ച് അവരിവിടെ കൊണ്ടുവന്ന് കയ്യാമം വച്ച് വിചാരണ നടത്തി, വിചാരണ കോടതി, പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി, രാഷ്ട്രപതിക്ക് ദയാഹർജി എല്ലാം കഴിഞ്ഞ് ഒരു പക്ഷേ അവരെ തൂക്കിക്കൊല്ലാൻ പോലും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ അജ്ഞാതന്മാരുടെ അതിക്രമക്കാരൻ എന്ത് പറ്റി ചോദിച്ചാൽ, ഇന്ത്യ ഗവൺമെൻറ് ഇവരുടെ പേരിൽ കുറ്റാരോപണം നടത്താനോ ഇവർ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ ആത്യന്തികമായിട്ട് തൂക്കിക്കൊല്ലാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ സമാധാനപരമായ സഹവർത്തിത്വത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോ ആണ് ഇതിൻ്റെ പുറകിൽ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മാത്രമല്ല, പാകിസ്ഥാൻ്റെ പരമാധികാരത്തോടുള്ള ഒരു വലിയ വെല്ലുവിളി കൂടി ഇതിനകത്തുണ്ട്. പാകിസ്ഥാൻ്റെ പരമാധികാരത്തോടും അതുപോലെ ഭൂപരമായ ഐക്യത്തോടുള്ള ഒരു വെല്ലുവിളിയുണ്ട്. പാകിസ്ഥാനിൽ ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് ഒരു കത്തെഴുതി അയച്ചെങ്കിൽ പാകിസ്ഥാൻ തന്നെ പിടിച്ച് അവരെ നമുക്ക് തരുമായിരുന്നു. അത് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. ആരെനിക്ക് ഇതിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടില്ല. പലരും വിചാരിക്കുന്നത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്, ഇന്ത്യയുടെ ചാരന്മാരാണ്, അല്ലെങ്കിൽ ചാരന്മാർ പണം കൊടുത്ത് ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചതാണ് എന്നാണ്. ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്ന എനിക്കൊരു വിശ്വാസമില്ല. കാരണം നമ്മൾ ഈ ഗാന്ധിജിയുടെയും ഭഗവാൻ ബുദ്ധൻ്റെയൊക്കെ തത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമുള്ളൂ. ഒരയൽ രാജ്യത്ത്, അതും സഹോദര രാജ്യത്ത് ആളെ വിട്ട് ഇതുപോലെയുള്ള പോരാളികളെ വെടിവെച്ച് കൊല്ലിക്കാൻ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. മിക്കവാറും ഇതിൻ്റെ പുറകിൽ ഇസ്രായേലായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം യഹൂദന്മാർ ഇങ്ങനെയുള്ള പല അതിക്രമങ്ങളും ചെയ്യാൻ പണ്ടേ മടിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അർജൻറ്റീനയിലേക്ക് ജീവൻ കൊണ്ടുപോയ അഡോൾഫ് ഹൈക്മാൻ എന്ന് പറഞ്ഞ ചങ്ങാതി അവിടെ പോയി പീഡിച്ച് ഇയാളെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി വിമാനത്തിൽ കയറ്റി ഇസ്രായേലിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് തൂക്കി കൊന്നു. അങ്ങനെ വലിയ ചരിത്രമുണ്ട്. അതുപോലെ മ്യൂണിക് ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ഒളിമ്പിക് ഗ്രാമത്തിൽ പോയി
അത്ലറ്റുകളെ വെടിവെച്ച് കൊന്ന ചില ഈ പോരാളികളുണ്ട്, ഹമാസിൻ്റെയൊക്കെ മൂത്താപ്പന്മാർ. അവരെ പിന്നീട് ഇസ്രായേലി ഏജൻറ്റുമാർ പിന്നാലെ പോയി എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഓരോരുത്തരായിട്ട് പല സ്ഥലത്ത് വെച്ച് വെടിവെച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവും കെൽപ്പും ത്രാണിയുമുള്ളൊരു രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലാണ്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മാധ്യമത്തിൽ ഈ സംഭവത്തിൽ ദുരൂഹത എന്ന് പറഞ്ഞൊരു വാർത്ത വരും, അതിലുണ്ടാവും. അല്ലെങ്കിൽ അടുപ്പൂട്ടി ചർച്ച അല്പനേരം ശ്രദ്ധിച്ചാലും മതി. ഇതുവരെ ദാവൂദ് സാഹിബ് അടുപ്പൂട്ടി കണ്ടില്ല, ഉള്ളി ഉടനെ കൂട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഏതായാലും ഇതിൽ എനിക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിന് ഇവരെ സമാധാനപരമായ രീതിയിൽ വിചാരണ ചെയ്യാനോ അവരുടെ കുറ്റം തെളിയിക്കാനോ ഉള്ള അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട്, പാകിസ്ഥാൻ്റെ പരമാധികാരം ലംഘിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഇതുപോലെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്, കുറ്റാരോപിതനായ ആളുകളെ സമാധാനപരമായിട്ട് വിചാരണ ചെയ്യാനല്ലാതെ വെടിവെച്ച് കൊല്ലാനായിട്ട് ആർക്കും അവകാശമോ അധികാരമോ ഇല്ല എന്നുള്ളതുകൊണ്ടും, ഇത് UN ചാർട്ടറിൻ്റെ ലംഘനമാണ് എന്നുള്ളതുകൊണ്ടും എൻ്റെ കടുത്ത പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള ദുരന്തം ഇനി ഒരു സ്വാതന്ത്ര്യ സമര പോരാളിക്കും ഉണ്ടാകാതെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരടക്കമുള്ള കാശ്മീർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തോട് അനുഭവം പുലർത്തുന്ന എല്ലാ ആളുകളോടും ഐക്യപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.